എന്റെ തലക്കകത്ത് നിറയെ എന്താണെന്ന് ആ വാതിൽ തുറക്കും മനസ്സിലാവും. അയ്യേ 150 രൂപയുടെ ഒരു കിറ്റ് ആ പാവത്തിനെ പിടിച്ചേപ്പിച്ചിട്ട് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തിട്ട് അതും ആ നാറിയ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന തൊലിക്കട്ടി ഉണ്ടല്ലോ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. ഡബിൾ റഹീമണ്ണന്റെ വകയായിട്ടാ ഈ പബ്ലിസിറ്റി. എന്നിട്ട് അതിന്റെ ഒരു ക്യാപ്ഷനും കരുതൽ തുടരും. കിറ്റ് കൊടുത്ത് പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കത്തില്ല റഹീമണ്ണ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങളുടെ ആരുടെയും കുടുംബത്തു നിന്ന് കൊണ്ടുവരുന്ന പൈസയ്ക്കല്ല ഈ കിറ്റ് കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കരുതല് തുടരും. കരുതിക്കൂട്ടിയുള്ള ഗുരുതി കൊടുപ്പൊക്കെ മതി. ഞങ്ങളെ കരുതി കരുതി ഞങ്ങൾ ഈ പരുവത്തിലെത്തി കേട്ടല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഏതായാലും ഈ ഫോട്ടോയിലൂടെ നിങ്ങൾ പറയാതെ പറയുന്ന തരാതെ തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. കാശിന് ബുദ്ധിമുട്ടുന്നവരില്ല, ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവരില്ല, വീടില്ലാത്തവരില്ല, കറണ്ട് ഇല്ലാത്തവരില്ല. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്. കിറ്റിന് വേണ്ടി ഇപ്പോഴും ക്യൂ നിൽക്കുന്ന മനുഷ്യര്, ഇത് കിട്ടിയിട്ട് വേവിച്ച് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. 50 രൂപയുടെ മത്തി വാങ്ങിച്ച ആ കിറ്റിനകത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ കാണും. അതും പിടിച്ചേപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നാട്ടുകാരെ മുഴുവൻ 3G ആക്കുന്നതും പോരാ, അവരെ തന്നെ എന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. കേരളത്തെ ഊതി വികസിപ്പിച്ച് ഇതാ പൊട്ടാറായി നിൽക്കുന്നു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഈ റോഡുകളൊക്കെ തോടുകളാക്കി ജലഗതാഗതം വികസിപ്പിച്ചതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി ഇത്തിരിയും കൂടെ ഉള്ളു. ഒരു 5-8 മാസം കൊണ്ട് നിങ്ങളൊന്ന് വിചാരിച്ചാൽ തീരാവുന്ന വികസനങ്ങളും കൂടെ ബാക്കിയുള്ളു. ഞങ്ങൾക്കറിയാം അതും കൂടെ തീർത്തിട്ടേ നിങ്ങൾ ഇറങ്ങുള്ളൂ. ഒടുക്കത്തെ തീർത്തിട്ട് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.